നമസ്കാരം. നെടുങ്കണ്ടം ചേതന വിജ്ഞാന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഈ വർഷ ഗാന്ധി ജയന്തി പരിപാടിയായ ഗാന്ധിസവും മാർക്സിസവും ഒരു താരതമ്യം എന്ന വിഷയത്തിലുള്ള ചർച്ചാവേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമിലിയ തെരേസ് ചാക്കോ, MA പബ്ലിക് പോളിസി വിദ്യാർത്ഥിനി, ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ഗാന്ധിസവും മാർക്സിസവും എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിനായി നമ്മോടൊപ്പമുള്ളത് ചേതന വിജ്ഞാന കേന്ദ്രത്തിന്റെ ഡയറക്ടറും പ്രഭാഷകനും എഴുത്തുകാരനും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം കോർഡിനേറ്ററുമായ പ്രൊഫസർ ഡോക്ടർ MJ മാത്യു സാറാണ്. വെൽക്കം സർ. സർ, ഗാന്ധിസവും മാർക്സിസവും തമ്മിലുള്ള താരതമ്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി കാൾ മാർക്സിന്റെയും മഹാത്മാഗാന്ധിയുടെയും ഒരു ലഘുചിത്രം വിവരിക്കാമോ? നമസ്കാരം. എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിന ആശംസകൾ. അമലിയ ചോദിച്ച ചോദ്യത്തിൽ തന്നെയാണ് തുടങ്ങേണ്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗാന്ധിസവും മാർക്സിസവുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആമുഖം എന്ന രീതിയിൽ ഈ രണ്ട് മഹാന്മാരുടെയും ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. കാൾ മാർക്സ് 19-ാം നൂറ്റാണ്ടിന്റെ സംഭാവനയാണ്. മഹാത്മാഗാന്ധി 20-ാം നൂറ്റാണ്ടിന്റെ സംഭാവനയാണ്. കാൾ മാർക്സ് 1813 ജർമ്മനിയിലെ ട്രീവ്സിൽ ജനിച്ച് കൂടുതൽ കാലഘട്ടം ഇംഗ്ലണ്ടിൽ ജീവിച്ച് 1883 അന്തരിച്ച സോഷ്യോളജിസ്റ്റ്, പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്, ഇക്കണോമിസ്റ്റ്, ജേർണലിസ്റ്റ്, ഫിലോസഫർ, റവല്യൂഷണലിസ്റ്റ് എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന മഹത് വ്യക്തിയാണ് കാൾ മാർക്സ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ പോർബന്തറിൽ 1869 ജനിച്ച് സ്വദേശത്തും വിദേശത്തുമൊക്കെയായി പഠനം നടത്തി. അതിനുശേഷം ബാരിസ്റ്റർ പഠനത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കയിൽ പോയി ബാരിസ്റ്റർ ജോലി ചെയ്ത് ആ കാലഘട്ടത്തിൽ വെള്ളക്കാരുടെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടി. ഇതെല്ലാം കഴിഞ്ഞ് 1906 ഇന്ത്യയിൽ തിരിച്ചെത്തി ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി മാറി. പിന്നീട് രാഷ്ട്രീയ മേഖലയിൽ എന്നുള്ളതിനപ്പുറമായി വലിയ ഫിലോസഫറും വലിയ ഒരു ആത്മീയതയുടെ അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡർ എന്ന നിലയിലും വലിയ വ്യത്യസ്തമായ മാർഗത്തിലൂടെ, സമാധാനത്തിന്റെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന, അതിന് നേതൃത്വം വഹിച്ച ഏറ്റവും മഹത് വ്യക്തി എന്ന നിലയിലും അറിയപ്പെടുന്ന, ലോകമറിയുന്ന ആളാണ്, മഹാനാണ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയും മാർക്സും ഫിലോസഫേഴ്സ് ആയിരുന്നു, അഥവാ തത്വചിന്തകരായിരുന്നു എന്ന് സർ പറഞ്ഞല്ലോ. ഇവർ തമ്മിൽ എന്തെങ്കിലും താരതമ്യം, എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന്? യെസ്, തീർച്ചയായിട്ടും ഇവർ തമ്മിൽ ചെറിയ സാമ്യമുണ്ട്. ആ ചെറിയ സാമ്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാമ്യം. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു: മനുഷ്യന്റെ നന്മ, മനുഷ്യനെ ചൂഷണത്തിൽ നിന്നും പാരതന്ത്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുക, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഇടമായി ഈ ലോകത്തെ മാറ്റുക, മനുഷ്യന്റെ മോചനം, നല്ല ഒരു സമൂഹം. ഇതായിരുന്നു രണ്ടുപേരുടെയും ലക്ഷ്യം. അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഗാന്ധിജിയുടെയും മാർക്സിന്റെയും അടിസ്ഥാന തത്വചിന്ത എന്താണെന്ന് ചുരുക്കത്തിൽ പറയാമോ? മാർക്സിസം മെറ്റീരിയലിസത്തിൽ അധിഷ്ഠിതമാണ്. സയന്റിഫിക് സോഷ്യലിസം എന്നാണ് മാർക്സിസത്തെ പറയുന്നത്. ക്ലാസ്സിലെ വർഗരഹിത സമൂഹം കെട്ടിപ്പടുക്കുക, വർഗരഹിത സമൂഹം, ക്ലാസ്ലെസ് സൊസൈറ്റി. ഇതാണ് മാർക്സിസത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായി, ഫിലോസഫി ആയിട്ട് നിൽക്കുന്നത്. അതായത് ക്യാപിറ്റലിസം തകരുകയും ഒരു വർഗരഹിത സമൂഹം, തൊഴിലാളി വർഗ ആധിപത്യമുള്ള അല്ലെങ്കിൽ തൊഴിലാളി വർഗ ഏകാധിപത്യമുള്ള, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയറ്റ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹം വരികയും വേണം എന്നായിരുന്നു മാർക്സ് വിശ്വസിച്ചിരുന്നത്. ഗാന്ധിജി
അഹിംസയുടെയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും മാർഗത്തിലൂടെ ഒരു ക്ലാസ്സിലെ സൊസൈറ്റി, വർഗരഹിതമായ സൊസൈറ്റി എന്ന് പറയുന്നത് മാർക്സ് വിഭാവനം ചെയ്തതുപോലെയല്ല, മറ്റൊരു വിധത്തിൽ എല്ലാവരും തുല്യരായി എല്ലാവർക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ചൂഷണരഹിതമായ ഒരു സമൂഹം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. സർ, സാമ്പത്തിക വിഷയങ്ങളും സാമ്പത്തിക അസമത്വങ്ങളും ഒക്കെയാണല്ലോ ഒരു സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ ഗാന്ധിജിയുടെയും മാർക്സിന്റെയും സാമ്പത്തിക സമീപനത്തെ ഒന്ന് താരതമ്യം ചെയ്യാമോ? തീർച്ചയായും. ഗാന്ധിജി ചെറുകിട വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ, കൈത്തറി പോലെയുള്ള സംരംഭങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളിലൂടെ വലിയ സാങ്കേതിക വിദ്യ ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സാങ്കേതിക വിപ്ലവം വരുത്താതെ തന്നെ സാമ്പത്തികമായി മുന്നേറാം എന്ന് വിശ്വസിച്ച ആളാണ്. എന്നാൽ കാൾ മാർക്സ് മാസ് പ്രൊഡക്ഷനിലാണ് വിശ്വസിച്ചത്. ഗാന്ധിജി പ്രൊഡക്ഷൻ ബൈ ദ മാസ് എന്ന് പറയും. എല്ലാവരും ഉൽപ്പാദനത്തിൽ പങ്കുചേരണം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. എല്ലാവരും എന്തെങ്കിലും തൊഴിൽ ചെയ്യണം. ബ്രെഡ് ലേബർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹം രൂപീകരിച്ചിരുന്നു. എല്ലാവരും എന്തെങ്കിലും അവനവൻ്റെ കഴിവനുസരിച്ച് ജോലി ചെയ്യണം എന്നുള്ളതാണ്. അത് ശാരീരിക അധ്വാനമോ മാനസിക അധ്വാനമോ എന്നുള്ളത് വേർതിരിവ് പാടില്ല. രണ്ടിനും ഒരേ പ്രാധാന്യവും ഒരേ അന്തസ്സുമാണ് ഉള്ളത്. ഡിഗ്നിറ്റി ഓഫ് ലേബർ, അതാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, കാൾ മാർക്സിന്റെ ആശയം എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സ്വകാര്യ സ്വത്തില്ല. സ്വത്തുക്കൾ മുഴുവൻ, എല്ലാ ഉൽപാദന ഉപാധികളും രാഷ്ട്രത്തിന്റെ കീഴിലായിരിക്കണം. ഭൂമിയാണെങ്കിലും വ്യവസായങ്ങളാണെങ്കിലും മൂലധനമാണെങ്കിലും എല്ലാം രാഷ്ട്രത്തിന്റെ ഉടമസ്ഥയിലായിരിക്കണം. സ്വകാര്യ സ്വത്തില്ല. എല്ലാവരും തൊഴിലാളികളാണ്. ആരുടെ? രാഷ്ട്രത്തിന്റെ തൊഴിലാളികളാണ് എല്ലാവരും. അപ്പൊ അതാണ് ഈ വർഗരഹിതം. എല്ലാവരും ഒരേ വർഗമാണ്, എല്ലാവരും തൊഴിലാളികളാണ്, എല്ലാവരും ജോലി ചെയ്യുന്നു. കഴിവിനനുസരിച്ച് ജോലി ചെയ്യുക, ആവശ്യത്തിനനുസരിച്ച് സമ്പാദിക്കുക എന്നുള്ള ആണ് അടിസ്ഥാനപരമായിട്ട് ഈ മാർക്സിസത്തിന്റെ ഒരു കാതലായ മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഗാന്ധിജി സ്വകാര്യ സ്വത്തിനെതിരായിരുന്നില്ല. പക്ഷേ ഇഷ്ടം പോലെ സ്വകാര്യ സ്വത്ത് ധാരാളമായി സമ്പാദിക്കുകയും അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ചെയ്തിരുന്നതിനെ ഗാന്ധിജി എതിർത്തിരുന്നു. ഗാന്ധിജി പറഞ്ഞിരുന്നത്, ഗാന്ധിജിക്ക് ഒരു തത്വം ഉണ്ടായിരുന്നത്, ഗാന്ധിജി ആവിഷ്കരിച്ച തത്വം ട്രസ്റ്റിഷിപ്പ്, തിയറി ഓഫ് ട്രസ്റ്റിഷിപ്പ് എന്നുള്ളതാണ്. അതായത് സ്വകാര്യ വ്യക്തികൾ സമ്പാദിക്കുന്ന സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ അതിൻ്റെ യഥാർത്ഥത്തിൽ അവർ ഉടമസ്ഥർ എന്നുള്ളതിനേക്കാൾ അധികം അവർ അത് കൈവശം വയ്ക്കുന്ന ആളുകൾ, അതിന്റെ കസ്റ്റോഡിയൻസ് ആണ് എന്നാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം സ്വത്തുക്കൾ അനുഭവിക്കുകയും മിച്ചമുള്ളത് ആവശ്യമില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കണം, സമൂഹത്തിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ പ്രമാണം. അപ്പോൾ ഇത് തമ്മിൽ സാമ്പത്തികത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് സ്വകാര്യ സ്വത്തിന് പൂർണ്ണമായി എതിര്, സോഷ്യൽ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കാൾ മാർക്സ്. ഗാന്ധിജി അത്തരത്തിലായിരുന്നില്ല. അദ്ദേഹത്തിന് തിയറി ഓഫ് ട്രസ്റ്റിഷിപ്പ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ. ഓക്കെ, ഗാന്ധിജിയുടെയും മാർക്സിന്റെയും രാഷ്ട്രീയ ചിന്താവര എപ്രകാരമായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ? അതായത് എങ്ങനെ രാഷ്ട്രീയമായ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നാണ് ഈ രണ്ട് തത്വചിന്തകന്മാർ പറയുന്നത്? ഗാന്ധിജി ഡെമോക്രസിയിലാണ്, ജനാധിപത്യത്തിലാണ് വിശ്വസിച്ചിരുന്നത്. കാൾ മാർക്സ് ഡിക്റ്റേറ്റർഷിപ്പിലാണ്, അതായത് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയറ്റ് എന്നുള്ളതായിരുന്നു. അഹിംസയുടെ മാർഗത്തിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താം എന്ന്, അഹിംസയുടെയും സത്യത്തിന്റെയും മാർഗത്തിലൂടെ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താമെന്നാണ് ഗാന്ധിസം പറയുന്നത്. എന്നാൽ മാർക്സിസം പറയുന്നത് വിപ്ലവത്തിലൂടെ മാത്രമേ മാറ്റം വരൂ, വിപ്ലവത്തിലൂടെ മാറ്റം വരണം. അത് സായുധ വിപ്ലവമാണെങ്കിലും കുഴപ്പമില്ല, രക്തരൂഷിത വിപ്ലവമാണെങ്കിലും കുഴപ്പമില്ല, വിപ്ലവത്തിലൂടെ മാത്രമേ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് കാൾ മാർക്സ് വിശ്വസിച്ചിരുന്ന കാര്യം. റെവല്യൂഷൻ ഈസ് ദ മിഡ് വൈഫ് ഓഫ് ചേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിടത്ത് റെവല്യൂഷൻ, ഒരിടത്ത് സമാധാനം. ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ഗാന്ധിജിയും മാർക്സും മുന്നോട്ട് വെച്ച മാർഗങ്ങളും രീതികളും എന്തായിരുന്നു? ഗാന്ധിജിയുടെ മാർഗം അഹിംസയുടെ മാർഗമായിരുന്നു.
ഇപ്പം സമാധാനപൂർണമായ ജനപ്രതിഷേധം, അഹിംസയിൽ അധിഷ്ഠിതമായ സമരമാർഗങ്ങൾ, അതുപോലെ മനുഷ്യന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ, ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ കഴിയുന്ന പ്രബോധനങ്ങൾ, അത്തരത്തിലുള്ള മാർഗങ്ങളാണ് ഗാന്ധിജി സ്വീകരിച്ചിരുന്നത്. എന്നാൽ കാൾ മാർക്സ് വിഭാവന ചെയ്ത മാർഗം എന്ന് പറയുന്നത് വിപ്ലവത്തിന്റെ മാർഗമാണ്. രക്തരൂഷിത വിപ്ലവം ഉൾപ്പെടെ ആവശ്യമെങ്കിൽ കാൾ മാർക്സ്, അതായത് ഈ ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിത സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കാമെന്നായിരുന്നു കാൾ മാർക്സ് വിശ്വസിച്ചിരുന്നത്. അല്ലെ, കാൾ മാർക്സിന്റെ തത്വചിന്ത അതാണ്. അതായത് എൻസ് ജസ്റ്റിഫൈ ദ മീൻസ് എന്ന് പറയും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ഗാന്ധിജി പറഞ്ഞത് ലക്ഷ്യവും മാർഗവും സംശുദ്ധമായിരിക്കണം, അത് സമാധാനത്തിന്റെ മാർഗമായിരിക്കണം. അതാണ് ഇവർ രണ്ടുപേരും അക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാട്. ഗാന്ധിജിയുടെയും മാർക്സിന്റെയും അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ അന്തിമ ലക്ഷ്യം എന്തായിരുന്നു എന്നൊന്ന് പറയാമോ? രണ്ടു കൂട്ടരുടെയും അന്തിമമായ ലക്ഷ്യം, ഒന്ന് ക്ലാസ്ലെസ് സൊസൈറ്റി എന്നൊരു സാമ്യം അവിടെ കിടക്കുന്നുണ്ട് എങ്കിലും കാൾ മാർക്സിന്റെ അന്തിമ ലക്ഷ്യം ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയറ്റ്, ക്ലാസ്ലെസ് സൊസൈറ്റി, ഒരു വർഗരഹിത സമൂഹം എന്നുള്ളതായിരുന്നു. ഗാന്ധിജിയുടേത് ഒരു സർവോദയ സമൂഹം, ഒരു വർഗത്തിന് മാത്രമല്ല എല്ലാവർക്കും ഉന്നമനം ഉണ്ടാകുന്ന, തൊഴിലാളികൾ മാത്രമല്ല എല്ലാവർക്കും ഉന്നമനം ഉണ്ടാകുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്. അതിന് സർവോദയ എന്ന് പറയുന്ന ഒരു ആശയമാണ് അദ്ദേഹത്തിൻ്റെ. എല്ലാവരുടെയും ഉദയം എന്ന് പറയുന്നത്. നമ്മൾ ഭാരത സങ്കല്പത്തിൽ പറഞ്ഞാൽ ഈ രാമരാജ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് കേട്ടിട്ട് കാണും. അല്ല, കേരളീയർ മാവേലി നാട് വാണിരുന്ന കാലം എന്നൊക്കെ പറയുന്നത്, അതുമായിട്ടൊക്കെ ഒരു സാമ്യമുണ്ട് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ എല്ലാവരും സത്യത്തിലും സമാധാനത്തിലും സൗഹാർദ്ദതയിലും സ്നേഹത്തിലും എല്ലാം ജീവിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. കാൾ മാർക്സ് സ്വപ്നം കണ്ടതും അതൊക്കെ തന്നെയാണ്. പക്ഷെ രണ്ടുപേരും സ്വീകരിച്ച മാർഗം വ്യത്യസ്തമായിരുന്നു. സർ, എന്താണ് ഈ സോഷ്യലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള വ്യത്യാസം? എന്താണെന്ന് അതൊന്ന് സൂചിപ്പിക്കാമോ? ശരിയാ, നമ്മൾ ഈ ചർച്ചയിൽ സോഷ്യലിസം എന്നും കമ്മ്യൂണിസം എന്നും പറയുന്നുണ്ട്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? രണ്ടും ഒന്നാണോ? വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു പരിധിയോളം ഗാന്ധിജിയും സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന് പറയാം. അദ്ദേഹം പൂർണ്ണമായ സോഷ്യലിസത്തെ അനുകൂലിച്ചിരുന്നില്ല എങ്കിലും സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരു സമത്വപൂരിതമായ സമൂഹം, അത് സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലക്ഷ്യം നേടുക എന്നാണ് സോഷ്യലിസം വിശ്വസിക്കുന്നതെങ്കിൽ കമ്മ്യൂണിസം വിശ്വസിക്കുന്നത് വിപ്ലവത്തിന്റെ മാർഗത്തിലൂടെ ലക്ഷ്യം നേടാമെന്നാണ്. അതായത് ഒരു റെവല്യൂഷണറി ഫോം ഓഫ് സോഷ്യലിസം, അതാണ് കമ്മ്യൂണിസം. സോഷ്യലിസത്തിന്റെ വിപ്ലവാത്മകമായ ഒരു രൂപം, ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. മാർക്സിസത്തിന് സയന്റിഫിക് സോഷ്യലിസം എന്നും പറയാറുണ്ട്. ഗാന്ധിജിയുടെയും മാർക്സിന്റെയും വ്യത്യാസങ്ങളുടെ ഒരു സാരാംശം എന്തായിരിക്കും എന്നുകൂടി പറയുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പം ഏകദേശം നമ്മൾ ഇത് തമ്മിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയും കാൾ മാർക്സും ഒരു നല്ല സമൂഹം, മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടുപേരുടെയും കാഴ്ചപ്പാട്. വർഗരഹിത സമൂഹം എന്ന് പറയുന്നു. പക്ഷെ രണ്ടുപേരും പറയുന്ന വർഗരഹിതം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. സ്വകാര്യ സ്വത്ത് പൂർണ്ണമായി അബോളിഷ് ചെയ്തുകൊണ്ട് എല്ലാം രാഷ്ട്രത്തിന്റെ സ്വത്താക്കി മാറ്റി തൊഴിലാളി വർഗ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക, അതിന് വിപ്ലവത്തിന്റെ മാർഗം സ്വീകരിക്കാമെന്ന് കാൾ മാർക്സ് വിശ്വസിക്കുമ്പോൾ സമാധാനത്തിന്റെ, അഹിംസയുടെ, നന്മയുടേതായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ലക്ഷ്യം, നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക, അതായിരുന്നു മഹാത്മാഗാന്ധി വിശ്വസിച്ചത്. അതിന് അദ്ദേഹം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള അഹിംസയുടേതായ മാർഗങ്ങൾ, മനുഷ്യന് മനസ്സിനാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത്. മനസ്സിന് പരിവർത്തനമുണ്ടായി, അതായത് ഓരോ വ്യക്തികളും മാനസിക പരിവർത്തനം ഉള്ളവരായി മാറി വ്യക്തികൾ നന്നായി സമൂഹം നന്നാകും, വ്യക്തികൾ നന്നായാൽ സമൂഹം നന്നാകും എന്നായിരുന്നു ഗാന്ധിസം ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ സാമൂഹ്യ ഘടനയും സമ്പദ്ഘടനയിലും മാറ്റങ്ങൾ ഉണ്ടായി. സമൂഹം മാറുമ്പോൾ വ്യക്തികൾ മാറും. അതാണ് കാൾ മാർക്സ് വിഭാവന ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഗാന്ധിസത്തിലും മാർക്സിസത്തിലും മതങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഗാന്ധിസത്തിൽ മതത്തിന് പ്രാധാന്യമുണ്ട്. മതം മനുഷ്യന് ആവശ്യമാണ്. മനുഷ്യനെ റിഫോം ചെയ്യുന്ന, അവനെ നവീകരിക്കുന്ന, അവനെ നല്ലവനാക്കുന്ന ഘടകമാണ്. അതിന് മതങ്ങൾ നല്ലതാണ് എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു.
എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം ഒരു വക്താവായി അങ്ങനെ ഒരു മൗലികവാദി ആയിരുന്നുമില്ല. എല്ലാ മതങ്ങളെക്കുറിച്ചും, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും പിന്നെ ഇസ്ലാമിനെക്കുറിച്ചും എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിച്ച് അതിൻ്റെ നല്ല അംശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയ ഒരു തത്വചിന്തകനാണ് മഹാത്മാഗാന്ധി. കാൾ മാർക്സ് പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, മതം മനുഷ്യന് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും മതരാഹിത്യം ആണ് കാൾ മാർക്സ് വിഭാവന ചെയ്തത്. ഗാന്ധിജി യന്ത്രവത്കരണത്തിന് എതിരായിരുന്നുവല്ലോ. കാൾ മാർക്സിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരുന്നു? ഗാന്ധിജി മെക്കനൈസേഷന് എതിരായിരുന്നു, യന്ത്രവൽക്കരണത്തിന് എതിരായിരുന്നു. എല്ലാം കൈകൊണ്ട് കഴിയുന്നതും, അതായത് ഇക്കണോമിക്സിൽ അതിന് ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് എന്ന് പറയും. തൊഴിലിന് കൂടുതൽ പ്രാധാന്യമുള്ള, മനുഷ്യന്റെ കൈകൊണ്ട് ചെയ്യുന്ന ജോലികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, യന്ത്രങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. അതായത് യന്ത്രവൽക്കരണം എന്ന് പറയുന്നതിന് ഗാന്ധിജി എതിരായിരുന്നു. അതാണല്ലോ മാസ് പ്രൊഡക്ഷന് ഗാന്ധിജി എതിരായിരുന്നു എന്ന് പറയുന്നത്. കാൾ മാർക്സ് എന്നാൽ മാസ് പ്രൊഡക്ഷനെ അനുകൂലിച്ചിരുന്നു, യന്ത്രവൽക്കരണത്തെ അനുകൂലിച്ചിരുന്നു. വലിയ ടെക്നോളജിക്കൽ സാങ്കേതിക മാറ്റങ്ങളെയാണ് അദ്ദേഹം മുന്നിൽ കണ്ടതും വിഭാവന ചെയ്തതും അദ്ദേഹം അത് ആഹ്വാനം ചെയ്തതും. നമ്മുടെ ചർച്ച ഇതോടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഗാന്ധിസവും മാർക്സിസവും എന്ന വിഷയത്തിൽ പറഞ്ഞു തന്ന MJ മാത്യു സാറിന് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. നന്ദി. അമേലിയായിക്കും ഒരുപാട് നന്ദിയുണ്ട്. അമേലിയ ഇനിയും ഒരുപാട് ഈ ഇത്തരം മേഖലകളിലെല്ലാം ധാരാളം പഠിച്ച് വളരാനും മുന്നേറാനും എല്ലാം ഇടയാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.